ജയക്കുട്ടിയുടെ ഫസ്റ്റ് ക്രിസ്മസ് അല്ലേ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാര്യമായിട്ട് ചെറിയ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തേക്കാന്ന് വെച്ചു. നമ്മളിവിടെ ഇപ്പം ഡൽഹിയിലായതുകൊണ്ട് തന്നെ കുഞ്ഞിനെയും കൊണ്ട് അങ്ങനെ പുറത്തൊത്തിരി ഷോപ്പിങ്ങിനൊന്നും ഈ ഒരു തണുപ്പത്ത് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒത്തിരി വലിയ ഡെക്കറേഷൻസ് ഒന്നും പുറത്തൊന്നും മേടിക്കാൻ പറ്റിയില്ല. പക്ഷേ ക്രിസ്മസ് ട്രീ എനിക്ക് നിർബന്ധമായിരുന്നു. കാരണം ഇത് അവളുടെ മാത്രമല്ല എൻ്റെ ലൈഫിലെയും ആദ്യത്തെ ക്രിസ്മസ് ട്രീ ആണ്. ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ വാങ്ങിച്ച് ഡെക്കറേറ്റ് ചെയ്ത് നമ്മുടെ വീട്ടിൽ വെക്കാമെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിലേ തൊട്ടുള്ള ഒരു സ്വപ്നമായിരുന്നു. ആ സ്വപ്നം ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെയും ജയക്കുട്ടിയുടെയും സന്തോഷം മാനിച്ച് ജയക്കുട്ടിയുടെ പപ്പ ഇത്തവണ ഞങ്ങളുടെ ഇവിടുന്ന് കുറച്ചു മാറി സദർ ബസാർ എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് ഏരിയ ഉണ്ട്. അവിടെ നമുക്ക് ക്രിസ്മസ് സാധനങ്ങളൊക്കെ ഏകദേശം വലിയ റേറ്റില്ലാതെ തന്നെ കിട്ടും. ഡൽഹി ചാന്ദനി ചൗക്ക് കേട്ടിട്ടുണ്ടാവില്ലേ, അതിനടുത്താണ് ഈ ഒരു സദർ ബസാർ. അങ്ങനെ ഇത്തവണ നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ക്രിസ്മസ് ട്രീയിലാണ്. അപ്പോൾ ഈ ക്രിസ്മസ് ട്രീ പൊട്ടിച്ച് തുറക്കുന്നതും ഇതിൻ്റെ ഈ ഒരു പാർട്സൊക്കെ ഞാൻ ആദ്യമായിട്ടോ ഇങ്ങനെ കാണുന്നത്. അതിൻ്റെ ഒരു ഭയങ്കര സന്തോഷം എക്സൈറ്റ്മെൻറ്റോടെയാണ് ഞാനത് ചെയ്യുന്നത്. എൻ്റെ വീട്ടിൽ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ സ്റ്റാർ ഇടും, പിന്നെ നിർബന്ധമായിട്ടും പ്ലം കേക്ക് മുറിക്കും. ഇത് മാത്രമാണ് കണ്ടിട്ടുള്ളത്. ചെറുതായിരുന്നപ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും ഒക്കെ എനിക്ക് ക്രിസ്മസ് ആഘോഷം എന്ന് പറഞ്ഞാൽ സ്കൂളിലും കോളേജിലും ഒക്കെ ഉള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം പോകാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. പക്ഷേ ക്രിസ്മസ് അവധി എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. കാരണം തിരിച്ചു വരുമ്പോൾ പിള്ളേരൊക്കെ ക്രിസ്മസിൻ്റെ കഥകളും ആഘോഷവും കസിൻസിൻ്റെ വീട്ടിൽ പോയതും അതും ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് പറയാൻ പ്രത്യേകിച്ചൊന്നും ഇല്ല. അതുകൊണ്ട് എനിക്ക് നല്ല മടിയായിരുന്നു. പക്ഷേ എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ക്രിസ്മസ് ഉണ്ട്. അത് ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുള്ളതാണ്. ഞങ്ങളിന്ന് വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലെ അമ്മച്ചിയുടെ കൊച്ചുമക്കൾ, അതായത് വലിയ ചേട്ടന്മാരാട്ടോ, 2 ചേട്ടന്മാരും ഒരു ചേച്ചി, അവരൊക്കെ ജർമ്മനിയിലാണ്. അവരെ പോലെ ഇത്ര കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഇത്രയേറെ സ്നേഹിച്ച മനുഷ്യരെ ഞാൻ കണ്ടിട്ടില്ല. അതൊരു ക്രിസ്മസ് സമയത്താണ് അവിടുത്തെ മൂത്ത ചേട്ടൻ്റെ കല്യാണത്തിന് വേണ്ടി എല്ലാവരും നാട്ടിലോട്ട് വരുന്നത്. വന്നു കഴിഞ്ഞപ്പോൾ ഇളയ ചേട്ടനും ഞാനും കൂടെ ഭയങ്കര കമ്പനിയായി. ബെന്നി ചാച്ചൻ എന്നാണ് പേര്. ആ ബെന്നി ചാച്ചനൊക്കെ ഇപ്പോൾ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. ബെന്നി, ഡെന്നി, ഡെയ്സി എന്നാണ് അവരുടെ 3 പേരുടെയും പേര് വരുന്നത്. ആ ചേച്ചൻ എവിടെ പോയാലും എന്നെയും കൂടെ കൊണ്ടുപോയായിരുന്നു. ആൾക്കൊരു സ്കോർപ്പിയോയുടെ വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ക്രിസ്മസ് ആയപ്പോൾ എന്നെയും കൂടെ കൂട്ടിക്കൊണ്ട് ഒരു ക്രിസ്മസിൻ്റെ ഡെക്കറേഷനായിട്ടും പുൽക്കൂടായിട്ടും ഒക്കെ കിട്ടുന്ന കടയിൽ പോയി. അവിടെ ചെന്നിട്ട് എന്നോട് പറഞ്ഞു, നിൻ്റെ ഇഷ്ടത്തിന് എന്ത് വേണേലും കൊച്ചു മേടിച്ചോളെ. അതായത് ആ വീട്ടിൽ ഒരു ക്രിസ്മസ് ട്രീയുടെ മേളിൽ വെക്കുന്ന ചെറിയ സ്റ്റാർ പോലും എൻ്റെ ഇഷ്ടത്തിനാണ് മേടിച്ചത്. അവിടെ ഓരോ ഓപ്ഷൻ ഉണ്ടായിരുന്നു. ആ ഓപ്ഷനൊക്കെ കാണുമ്പോൾ ഇല്ല, കൊച്ചിന് എന്നാ ഇഷ്ടമല്ല അത് മേടിച്ചോ എന്നും പറഞ്ഞ് എന്നെ കൊണ്ട് മേടിപ്പിച്ചിട്ട് എന്നെയും കൂടെ കൂട്ടി ഒരു ചേട്ടൻ നമ്മുടെ കൂടെ നിന്ന് ചെയ്യത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ഒരാങ്ങള് ചെയ്യുന്നത് പോലെ നിന്നുകൊണ്ട് എല്ലാം ഡെക്കറേറ്റ് ഒക്കെ ചെയ്യിപ്പിച്ച് എല്ലാത്തിലും എന്നെ പങ്കെടുപ്പിച്ചു. ലാസ്റ്റ് രാത്രി അവർ പടക്കമൊക്കെ പൊട്ടിക്കുന്ന സമയമായപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി. അത് മാത്രം എനിക്ക് കാണാൻ പറ്റിയില്ല. പക്ഷേ എനിക്ക് മറക്കാനാവാത്ത, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ക്രിസ്മസ് ആഘോഷമായിരുന്നത്. അങ്ങനെ നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലല്ലേ ഇങ്ങനെയുള്ള ആഘോഷങ്ങൾക്ക് ഒരു സന്തോഷം കൂടത്തുള്ളൂ. ആ ഒരു ആഗ്രഹം എനിക്കിപ്പോൾ സഫലമാകാൻ പോകുന്നത് ഇപ്പോൾ ഈ 2 പേരും കൂടെ ഉള്ളപ്പോഴാണ്. പിന്നെ ഭാവിയിൽ നമ്മുടെ ജയക്കുട്ടിയാണെങ്കിലും ചിന്തിക്കരുതല്ലോ, അവളുടെ ഫസ്റ്റ് ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചോ ഇല്ലേ എന്നൊക്കെ. എനിക്ക് വന്ന വിഷമമൊക്കെ വരാൻ പാടില്ലല്ലോ. അതുകൂടെ കൊണ്ടാണ് നമ്മൾ ഇത്തവണ ആഘോഷിക്കുന്നത്. ട്രീ ഒക്കെ നമ്മൾ ഒരുവിധം തുറന്ന് വെച്ച് കഴിഞ്ഞ് പിന്നെ ഇതൊക്കെ ഞാൻ ചെയ്തെടുത്ത ക്രോഷ്യ കേട്ടോ. സ്വന്തം കൈകൊണ്ട് സ്വന്തമായി ചെയ്തെടുത്ത ക്രോഷ്യ ക്രിസ്മസ് സ്പെഷ്യലാണ്. ഇതൊക്കെ നമ്മൾ ഓരോരുത്തടുത്ത് വെക്കേണ്ടടുത്ത് വെക്കും. പിന്നെ ഇത് നമ്മൾ മേടിച്ചാണ് സദർ ബസാറിൽ നിന്ന്. പിന്നെ ഈ കാണുന്ന സിൽവർ ക്രിസ്മസ് ട്രീ ഉണ്ടല്ലോ, ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാം ചുമ്മാ നോക്കിയപ്പോൾ ഒരു കടയിൽ ഇതുപോലൊക്കെ ഒരു ട്രീ വിൽക്കുന്ന കണ്ടു. അപ്പം ഞാനോർത്ത് എൻ്റെ ഒരു ലേസ് ഉണ്ടല്ലോ, പിന്നെ ഒരു കോൺ ഉണ്ടാക്കിയാൽ മതിയല്ലോ. അങ്ങനെ ഇവിടെ ഇരുന്ന കുറച്ച് കട്ടിയുള്ള 2-3 പേപ്പർ എടുത്ത് ഞാൻ ഇത് പോണക്ക് ചുരുട്ടി കോണാക്കി. എന്നിട്ട് അതിൽ ടേപ്പ് ചുറ്റി. അത് കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പ്ലാസ്റ്റിക് ലേസ്, അത് പണ്ട് ഈ ഡാൻസിൻ്റെ ഡാൻഡിയയിലൊക്കെ ആ സ്റ്റിക്ക് ഉണ്ടല്ലോ അതിൽ ചുറ്റാൻ വേണ്ടി വാങ്ങിച്ചെന്തോ ആണ്. അതെനിക്ക് ഓർമ്മ വന്നു. അതെടുത്തിട്ടാണ് നമ്മൾ ഇതിൽ ഫുള്ള് റാപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേ ഏകദേശം ഒരു ചെറിയ ക്രിസ്മസ് ട്രീയുടെ ലുക്കൊക്കെ ആയി. ഇതുപോലത്തെ ലേസാണ് കേട്ടോ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വെക്കാനുള്ളത് ഈ പൈൻ കോൺ ആണേ. കുറച്ചൊക്കെ പൊടി പിടിച്ചു പോയി, പെട്ടെന്ന് പൊടി പിടിക്കും ഇത് വെച്ച് കഴിഞ്ഞാൽ. ഈ പൈൻ കോൺ സത്യത്തിൽ ഞാൻ പണ്ട് നൈനിറ്റാൽ പോയ സമയത്തും അല്ലാതെ ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴും ഒക്കെ എനിക്ക് വഴി കിടന്ന് കിട്ടിയ 2-3 എണ്ണം ഞാൻ എടുത്തുകൊണ്ട് വന്നാൽ ഒത്തിരി ഒന്നും നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. പിന്നെ വീഡിയോ റെഫറൻസിലെയൊക്കെ പോലെ തന്നെ അതിൽ ഈ ഒരു സ്നോ എഫക്റ്റ് വരാനായിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ മാത്രം കുറച്ച് വൈറ്റ് അടിച്ചു കൊടുത്തു, പെയിൻറ്റ്. ഇതൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഓരോ വീഡിയോസൊക്കെ കണ്ട് ഇൻസ്പയർഡ് ആകട്ടോ. ഇത് നമ്മുടെ ജയക്കുട്ടിയുടെ ഒരു കുടുക്കയാണ്. ഈ കുടുക്കയൊന്ന് ക്രിസ്മസ് തീമിലാക്കാമെന്ന് വെച്ചു. പക്ഷേ ക്രിസ്മസ് തീം ആക്കി കഴിഞ്ഞാൽ ബാക്കി സമയത്തൊക്കെ ആ തീം വർക്കൗട്ട് ആവില്ലല്ലോ. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് ഫെയറി മഷ്റൂംസ് ഉണ്ടാക്കാമെന്ന്. ഇപ്പം ആ ഒരു കുടുക്കയുടെ ഒരു പിക്ചർ എടുത്തിട്ട് ഞാൻ നമ്മുടെ ഗൂഗിൾ ജെമിനായോട് ചോദിച്ചു. അപ്പോൾ അവർ തന്നൊരു റെഫറൻസിൽ നിന്നാണ് ആ ഒരു ഇമേജ്. പിന്നെ ഇത് നമ്മുടെ ആമക്കുട്ടൻ
നമ്മുടെ ആമക്കുട്ടന് ശരിക്കും ക്യാക്ടസ് വെക്കാൻ മേടിച്ചാൽ ക്യാക്ടസ് കരിഞ്ഞു പോയതുകൊണ്ട് ഈ ഒരു പ്ലേസ്മെൻ്റ് ഉണ്ടല്ലോ ക്രോഷയുടെ, അത് ഞാൻ ഉണ്ടാക്കിയതാണ്. അതിൻ്റെ മുകളിൽ വെച്ചു. പിന്നെ നമ്മുടെ കയ്യിലുണ്ടാകുന്ന ചെറുതും വലുതുമായിട്ടുള്ള ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ച് നമ്മളിങ്ങനെ ഡെക്കറേറ്റ് ചെയ്തു. പിന്നെ ഒരു ഗാർലൻഡും കൂടെ ഞാനിവിടെ പിടിപ്പിച്ചു കേട്ടോ. ഈ ഗാർലൻഡ് പിടിപ്പിക്കാൻ കുറച്ച് പണിയായിരുന്നു. കാരണം ഇതിങ്ങനെ അവിടെ പിടിച്ച് നിൽക്കില്ല, അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. പിന്നെ സെല്ലോ ടേപ്പൊക്കെ ഇങ്ങനെ ചുറ്റി വലിച്ചൊട്ടിക്കുമായിരുന്നു. ഇനി ഗാർലൻഡും കൂടെ ഡെക്കറേറ്റ് ചെയ്ത് ഇതിലെല്ലാം ഇപ്പം നമ്മൾ ലൈറ്റ് പിടിപ്പിക്കുക. നമ്മൾ പഴയ ദിവാലി വീഡിയോയിലെ ആ ലഡി ഉണ്ടല്ലോ, അത് തന്നെയാണ് നമ്മൾ ഇവിടെ പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ട്രീ സെറ്റ് ചെയ്തു. ഇനിയും ട്രീയിൽ ലൈറ്റ് ഇടണം. ഇത്തവണ ഞാൻ ഇതും ഇൻസ്റ്റാഗ്രാമിൽ കണ്ടാണ്, നമ്മൾ ഇച്ചിരി ഡെൻസായിട്ട് തോന്നണമെങ്കിൽ അകത്തൂടെ ലൈറ്റ് ഇടണമെന്നുള്ളത്, ചുറ്റി ചുറ്റി. അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് ലൈറ്റ്സ് ഒക്കെ പിടിപ്പിച്ചു. ഇനി അടുത്താണ് നമ്മുടെ ഫേവറേറ്റ് പരിപാടി, അതായത് ഡെക്കറേഷൻസിലോട്ട് പോവാം. നമ്മൾ മെയിനായിട്ട് ഇത്തവണ ഗോൾഡൻ റെഡ് തീമാട്ടോ എടുത്തിരിക്കുന്നത് നമ്മുടെ ക്രിസ്മസ് ട്രീക്ക് വേണ്ടി. ബാക്കി കളറായിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിരിക്കുന്നത് ആ ഒരു ഗാർലൻഡിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ചെറിയൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോഴാട്ടോ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇതൊക്കെ കാണുന്നത്. നേരത്തെ എനിക്കറിയില്ലായിരുന്നു ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുമെന്നുള്ളത്. അങ്ങനെ ചെറി, ബെല്ല്, മെരി ക്രിസ്മസ് ഇതെല്ലാം ഉണ്ടായിരുന്നു. പണ്ട് നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ കളർ സാധനങ്ങളല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പം എന്ത് വെറൈറ്റീസാണ്. അങ്ങനെ ചെറി നമ്മൾ മുകളിൽ വെക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 3 ചെറി ഇവിടെ ഫിക്സ് ചെയ്തു. ബാക്കി ചെറിയെല്ലാം നമ്മുടെ ഗാർലൻഡിലാണ് വെക്കാൻ പോകുന്നത്. എന്നിട്ട് ഞങ്ങൾ 2 പേരും കൂടെ ഡെക്കറേഷൻ തുടങ്ങി. ഞങ്ങളിവിടെ ഡെക്കറേഷൻ ചെയ്യുമ്പോൾ താഴെ ഒരാൾ പുള്ളിക്ക് പറ്റുന്ന രീതിയിലുള്ള സഹായമൊക്കെ ചെയ്തുകൊണ്ട് കിടപ്പുണ്ടായിരുന്നു. ഒരു കവറൊക്കെ പൊട്ടിച്ച് അതിൽ ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് തരിക, ഇങ്ങനെയുള്ള ഉപകാരങ്ങളൊക്കെ ചെയ്തുകൊണ്ടുള്ള കിടപ്പാണിത്. ഞാൻ ഇതുവരെ ക്രിസ്മസ് ട്രീയിൽ യൂസ് ചെയ്യാത്ത ചില ഐറ്റംസ് ഒക്കെ ഇത്തവണയാട്ടോ യൂസ് ചെയ്തത്. പിന്നെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ ഒരു ക്രിസ്മസ് ഫ്ലവർ ഉണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ അറിയുന്നത് നമ്മൾ ഇപ്പോഴത്തെ ഓരോരോ അപ്ഡേറ്റ്സ് കിട്ടുന്നതും ഒക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയ വഴിയാണ്, യൂട്യൂബിൽ കൂടിയൊക്കെ. അത് നോക്കി ക്രിസ്മസ് ഫ്ലവർ നോക്കിയപ്പോൾ ഇവിടുത്തെ മാർക്കറ്റിൽ കിട്ടിയില്ല. പിന്നെ ബാക്കിയുള്ളത് കൊണ്ടൊക്കെ നമ്മൾ സെറ്റാക്കി. നമ്മുടെ ഫസ്റ്റ് ക്രിസ്മസ് ട്രീ അല്ലേ, അടുത്ത പ്രാവശ്യം നമ്മൾ കുറച്ചും കൂടെ ബെറ്റർ ആക്കും. ഐറ്റംസ് ഇപ്പം നമ്മുടെ കൂടുമല്ലോ. അങ്ങനെ നമ്മുടെ ഡെക്കറേഷൻ ഏകദേശം തീർന്നു. ഇനി നമുക്ക് ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇതെങ്ങനെയുണ്ടെന്നൊന്ന് കാണാം. ടേടേ! അപ്പോൾ ലൈറ്റൊക്കെ ഇട്ടപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീ ഇത് ഏകദേശം ഇതുപോലെയുണ്ട്. പക്ഷേ ജെയിൻ സ്വപ്നം കണ്ട ഒരു ക്രിസ്മസ് ട്രീ എന്ന് പറയുന്നത് നമ്മുടെ പഴയ രീതിയിൽ കണ്ണി കാണുന്ന എല്ലാ ഐറ്റംസും നമ്മളിങ്ങനെ കളറുള്ളതെല്ലാം ഇങ്ങനെ തൂക്കിയിടില്ലേ, അങ്ങനത്തെ ആയിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ ഇങ്ങനെയൊരു സംഭവമായിരുന്നു. അത് ഒരാൾക്ക് ഇൻസ്റ്റാഗ്രാം ഉള്ളതിൻ്റെയും ഒരാൾക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ലാത്തതിൻ്റെയും ഒരു വ്യത്യാസം മാത്രമാണ്. പക്ഷേ കണ്ട് എൻ്റെ ഈ ട്രീ ജൈനങ്ങ് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ പറയണേ എൻ്റെ ഈ ഫസ്റ്റ് ക്രിസ്മസ് ട്രീ എങ്ങനെയുണ്ടെന്ന്. പിന്നെ നമ്മുടെ ഗാർലൻഡ് മൊത്തം നമ്മൾ ഇതുപോലെ ആ ഒരു കളർഫുൾ ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം തൂക്കിയിട്ടു. നടുക്ക് നമ്മുടെ മെരി ക്രിസ്മസും ഇട്ടു. അങ്ങനെ ആ ഒരു ഏരിയ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച സാധനങ്ങളും ഒക്കെ കൂട്ടിയിട്ട് നമ്മുടെ ഷോ കേസ് നമ്മൾ ഏകദേശം സെറ്റാക്കി. അങ്ങനെ മൊത്തത്തിൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മളൊരു ക്രിസ്മസ് വൈബ് ഒപ്പിച്ചു. റെഡി ആയിരിക്കുന്നത് ക്രിസ്മസ് കാരോളിന് പോകാനാണ്. അങ്ങനെ ഇതാണ് നമ്മുടെ ക്രിസ്മസ് വ്ലോഗ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. ഹാപ്പി ക്രിസ്മസ്.